നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്താ സംശയമുണ്ടോ? മൂന്നാം വട്ടവും പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിക്കും. ഈ പറയുന്നത് മറ്റാരുമല്ല, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന അഖിൽ മാരാർ തന്നെ. 2 ദിവസങ്ങൾക്ക് മുൻപ് അഖിൽ മാരാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. എന്തുകൊണ്ട് മൂന്നാം വട്ടവും പിണറായി വിജയന് ഭരണം കിട്ടും എന്നതായിരുന്നു അതിലെ പ്രതിപാദ്യം. എന്നാൽ അതിനേക്കാളൊക്കെ യാഥാർത്ഥ്യബോധമുള്ള ഒരു പോസ്റ്റ് ഇന്നലെ അഖിൽ മാരാർ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് അഖിൽ മാരാരുടെ ഈ പോസ്റ്റ്. ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ തനിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർത്തിയ എല്ലാവരെയും ഒന്നൊന്നായി വെട്ടിയെരിഞ്ഞായിരുന്നു ഇക്കുറി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തത്. കണ്ണൂരിൻ്റെ P ജയരാജൻ, പത്തനംതിട്ടയുടെ A പത്മകുമാർ തുടങ്ങി പിണറായി വിമർശകരെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി. മുതിർന്ന നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനെയും മന്ത്രി MP രാജേഷിനെയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചു പോലുമില്ല. പല മുറുമുറുപ്പുകൾ പാർട്ടിക്കുള്ളിലുണ്ട് എങ്കിലും പിണറായി വിജയൻ്റെ കരുത്ത് തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനം ബോധ്യപ്പെടുത്തുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും CPMനെ പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുറപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് കഴിഞ്ഞത്. 4 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വിമത ശബ്ദം പോലും പിണറായിക്കെതിരെ ഉന്നയിക്കാൻ ഒരൊറ്റ നേതാവിൻ്റെയും നാവ് ഉയർന്നില്ല. മന്ത്രിമാർക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ വരെ വിമർശനങ്ങൾ ഉയർന്നു. മറ്റൊരു ക്യാപ്റ്റനെ കിട്ടാനില്ല എന്ന തലത്തിലാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് പാർട്ടി നേതാക്കളുടെ വലിയ തുടർ കയ്യടി. പിണറായിയോളം കരുത്തനായ മറ്റൊരു CPM നേതാവിനെ കണ്ടെത്താൻ പാർട്ടിക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല എന്ന വിലയിരുത്തലാണ് പാർട്ടി പോലും നടത്തിയത്. അതൊക്കെ CPMൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ. എന്നാൽ അഖിൽ മാരാർ ഇക്കുറി പറയുന്നത് മറ്റു ചില വസ്തുതകളാണ്. എന്തുകൊണ്ട് മൂന്നാം വട്ടവും പിണറായി വിജയൻ കേരളം ഭരിക്കും? അഖിൽ മാരാരുടെ പോസ്റ്റ് ഇങ്ങനെ: ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തുടർഭരണം നേടി സൂര്യശോഭയോടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകനാണ് പിണറായി. എന്തു വിവാദം വന്നാലും കമ്മികളുടെ അവസാന ആയുധമാണ് ഈ വാക്കുകൾ. എന്തായിരിക്കും ആ തുടർഭരണത്തിന് കാരണം എന്ന് പരിശോധിക്കാം. 2016 മുതൽ ഏതാണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പുഴുത്തുനാറിപ്പോവുകയായിരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ രക്ഷിച്ചത് കോവിഡായിരുന്നു എന്നതാണ് പരമമായ സത്യം. അതുവരെ നടന്ന എല്ലാ നെറുകേടും ജനം മറന്ന് കോവിഡ് എന്ന ഒറ്റ പ്രശ്നത്തിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മോശം കോവിഡ് മാനേജ്മെൻറ്റ് കേരളത്തിലായിരുന്നു എന്നത് നാം മനസ്സിലാക്കി വന്നത് 2021 അവസാനമായപ്പോൾ. 66 ലക്ഷം രോഗികളും 70,000-ഓളം മരണവും വെറും 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ നടന്നു. കോവിഡിൽ എല്ലാം മറന്ന ജനങ്ങൾ ആ സമയത്തെ PR വർക്കും നക്കാപ്പിച്ച പോലെ നീട്ടിയ കിറ്റും മേടിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇനി അതൊരു മികച്ച വിജയമാണോ അല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതാണ്ട് 16 മണ്ഡലങ്ങളിൽ 3000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 10ഓളം മണ്ഡലങ്ങളിൽ 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താഴെ. ഇനി എന്തുകൊണ്ട് ഈ നേരിയ ഭൂരിപക്ഷം കിട്ടിയെന്ന് പരിശോധിക്കാം. അവിടെയാണ് UDFിനൊപ്പം ഉണ്ടായിരുന്ന മാണി കോൺഗ്രസിൻ്റെയും ജനതാദൾ തുടങ്ങിയ പാർട്ടികളുടെയും വില. നിസാര വോട്ടിന് തോറ്റ ഈ മണ്ഡലങ്ങളിൽ 2000-നും 5000-നും ഇടയിൽ വോട്ട് നേടാൻ ഇവർക്ക് കരുത്തുണ്ടായിരുന്നു. അതുമാത്രമല്ല, കേരള കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മധ്യ തിരുവിതാംകൂറിൽ UDFിന് വലിയ ക്ഷീണമുണ്ടാക്കിയത് പിണറായി മഹാനായതുകൊണ്ടല്ല, ആ പാർട്ടി വോട്ട് യാതൊരു നാണവും മാനവുമില്ലാതെ വാങ്ങിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. കള്ളൻ മാണി, അഴിമതി വീരൻ എന്നാക്ഷേപിച്ച് സഭയിൽ മുണ്ടും പൊക്കി കാണിച്ച സഖാക്കന്മാർ ഉളുപ്പില്ലാതെ അവരുടെ കൂടെ കൂടി അവരുടെ വോട്ടിൽ ജയിച്ചിട്ട് പിണറായി സൂര്യനാണെന്ന് പാടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അടുത്തത് BJP. കോന്നി ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായി മാറേണ്ട ഭരണവിരുദ്ധ ശബരിമല വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP പണിയെടുത്ത് നേടിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റും കാരണഭൂതന് കൊടുത്ത മണ്ടന്മാരാണ് സഖാക്കൾ. അതേസമയം BJPക്ക് നിയമസഭയിൽ സീറ്റ് കൊടുക്കില്ല എന്ന വാശിയിൽ നേമത്ത് മുരളീധരനെ മത്സരിപ്പിച്ച് CPMനൊരു സീറ്റ് നേടി UDF കൊടുത്തപ്പോൾ BJP കോൺഗ്രസിൻ്റെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാക്കി കൊടുത്തു. അതിനുള്ള പ്രത്യുപകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോർത്തിൽ BJPക്കും ചെയ്തു കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തോൽക്കുമെന്ന് എത്ര ഉറപ്പുണ്ടായാലും ഉത്തരേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യത്തിൽ ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കളിക്കുന്നത്. ഇനി CPM അവരുടെ അടിമകളെ കൊണ്ടു നടക്കുന്ന ഈ CPI ഉണ്ടല്ലോ, അവർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഏതാണ്ട് തെക്കൻ കേരളത്തിൽ എല്ലാ സീറ്റിലും CPM ജയിക്കുന്നത്. വലിയ ശക്തിയൊന്നുമല്ല, പക്ഷേ CPMന് കിട്ടുന്ന 5000 മുതൽ 10,000 ഭൂരിപക്ഷം അതുണ്ടാക്കി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ബോധം പൂർണ്ണമായി നശിച്ചിട്ടില്ലാത്ത CPI. ഭരണത്തിൻ്റെ കേമം എന്നൊക്കെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞ് പാവകളെ പറ്റിച്ചാൽ മതി. ജയിക്കാൻ വേണ്ടിയ നാറിയ കളികൾ കളിച്ചു മഹത്വം വിളമ്പരുത്. മുടന്തി നടക്കുന്നവരെ ഓടിത്തൊൽപ്പിച്ചിട്ട് മഹത്വം പറയരുത്. ഏറ്റവും കൂടുതൽ മണി ചെയിൻ തട്ടിപ്പ്, വിസ തട്ടിപ്പ് തുടങ്ങി ലോകത്തുള്ള സകല തട്ടിപ്പ് നടക്കുന്നത് ഈ പ്രബുദ്ധർ എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളികളുടെ അടുത്താണ്. 200 കോടി പറ്റിച്ച് ജയിലിൽ കിടന്ന ശബരിനാഥൻ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും കോടികൾ പറ്റിച്ചു.
ടിപ്പുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞ് അതിൽ പോയിരുന്ന മണ്ടൻ DGP ഉള്ള നാടാണ്. അതിനേക്കാൾ ഉപരി നശിച്ച് നാരായണക്കല്ലെടുത്തിട്ടും പാർട്ടി രക്ഷിക്കുമെന്ന് കരുതി ജീവിക്കുന്ന ദളിതരുടെ നാടാണ്. ഇന്നാട്ടിലെ ജനങ്ങളെയാണോ പറ്റിക്കാൻ പാട്? അതേസമയം ഒരു തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് ദൂരെ എറിഞ്ഞ നാടാണ് ഉത്തരേന്ത്യ. മോശമാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനും നല്ലത് എന്ന് തോന്നിയാൽ കേന്ദ്രമന്ത്രിയെ തോൽപ്പിച്ച് രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാനും ആ നാടിനറിയാം. അടുത്ത തവണ ജയിച്ചാലും മഹത്വം വിളമ്പരുത്. തെരഞ്ഞെടുപ്പ് ശരിതെറ്റുകളുടെ വിലയിരുത്തലല്ല, പണി അറിയാവുന്നവന് ജയിക്കാൻ കഴിയും. വേണമെങ്കിൽ UDFന് ജനത്തെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചു വരാം. ഏത് നാറിയ കളിയും അപ്പുറത്തു നിന്ന് കളിക്കും. ജയിക്കാനുള്ള കരുക്കൾ നീക്കാൻ ബോധവും കൂർമ്മബുദ്ധിയും ഉണ്ടാകണം. ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ജയസാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളിൽ മികച്ച യുവതലമുറയെ നിർത്തുക. ഇനിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ ശ്രദ്ധിക്കുക. അടൂർ 2470, അരുവിക്കര 4918 ഭൂരിപക്ഷമാണ്. ചവറ 1117, കണ്ണൂർ 1552, കൊല്ലം 1863, കുന്നത്തുനാട് 2717, കുന്നത്തൂർ 2481, നാദാപുരം 3468, നിലമ്പൂർ 2792, പീനുമേട് 1917, റാന്നി 1713, താനൂർ 823, തവന്നൂർ 2185, തിരുവമ്പാടി 4548, തൃശ്ശൂർ 1052, തൃത്താല 2839. വളരെ യാഥാർത്ഥ്യബോധമുള്ള ഒരു വിലയിരുത്തലാണ് അഖിൽ മാരാർ നടത്തിയിരിക്കുന്നത്. കൃത്യമാണ് അഖിൽ മാരാറിൻ്റെ നിരീക്ഷണം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് UDFൽ നിന്നവർ അടർത്തിയെടുത്ത കേരള കോൺഗ്രസ് മാണി വിഭാഗം അത് പല നിയമസഭാ മണ്ഡലങ്ങളും LDFന് നേടിക്കൊടുക്കാൻ സഹായിച്ചു എന്നത് പച്ചയായ പരമാർത്ഥം. എന്നാൽ ഇക്കാര്യം തുറന്നു സമ്മതിക്കാൻ ഇപ്പോഴും UDFലെ ചിലർക്ക് നേരം വെളുത്തിട്ടില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്. ഇക്കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മൾ ജയിക്കുമെന്നൊക്കെ ഗീർവാണം മുഴക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. മാർച്ച് 7-ാം തീയതി അഖിൽ മാരാർ എഴുതിയ ഒരു കുറിപ്പ് അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അന്ന് അഖിൽ മാരാർ പറഞ്ഞത് ഈ കാര്യങ്ങൾ: അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും. കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്തൊരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുന്നതെന്ന് ഞാൻ പറയാം. നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിനെതിരെയുള്ളത്. ഏതാണ്ട് ഇതേപോലെയായിരുന്നു 2016 മുതൽ 20 വരെയും. എന്നാൽ കോവിഡ് വന്നു, സാഹചര്യം മാറി, ജനമെല്ലാം മറന്നു. പിണറായി പുണ്യാളൻ. 750 കോടി കയ്യിലുണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത്? അവിടെ പാർട്ടിയുടെ ബുദ്ധി. 2025 പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. 2026 മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും. അതോടെ പാവങ്ങളുടെ കണ്ണീറൊപ്പിയ പിണറായി മഹാൻ ആയി മാറും. ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും. PR ആശാൻ ആയ മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും. അത് സർക്കാരിൻ്റെ നേട്ടം. വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത് സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ഇല്ല. നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? ഇല്ല. പെൻഷൻ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിക്കും. അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും CPM മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തും. അപ്പുറത്ത് അധികാരക്കൊതി മൂത്ത കടൽ കിഴവന്മാർ സീറ്റിന് വേണ്ടി പരസ്പരം കുത്തിക്കയറും. ജയിച്ചാൽ മുഖ്യമന്ത്രിയാവണം എന്ന് മനസ്സിലാഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തൻ്റെ എതിരാളികളെ തോൽപ്പിക്കും. ഇന്നലകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഈ രീതിയിലും പാർട്ടി ആകർഷിക്കുന്നില്ല. അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല. അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കൾ ഷാഫി, രാഹുൽ, മാത്യു കുഴൽനാടൻ ഒഴിച്ചാരുമില്ല. അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ BJPയും ഒരുക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ. ഈ കുറിപ്പിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മറ്റൊരു പരമയാഥാർത്ഥ്യം ഈ UDFുകാർ തിരിച്ചറിഞ്ഞാൽ നല്ലത്. കേരളത്തിലെ BJP വോട്ട് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാർട്ടി കേഡർ സംവിധാനത്തെ ഇപ്പോഴും തന്നെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടാൻ പിണറായിക്ക് കഴിയുന്നുണ്ട്. LDFൽ നിന്ന് BJPയിലേക്ക് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടാകാതെ പിണറായിയും കൂട്ടരും ഇക്കുറി ശ്രദ്ധിച്ചാൽ BJPയുടെ വളർച്ചയ്ക്ക് വേണ്ട കുറേ വോട്ടുകൾ UDFൽ നിന്ന് ചോർത്തിയെടുത്താൽ അത് LDFിൻ്റെ തുടർഭരണത്തിന് കാരണമാകും. അതുകൊണ്ട് ഒന്നു മാത്രമേ പറയാനുള്ളൂ: UDF ജാഗ്രതേ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.